ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിങ്ങളെ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം കൊണ്ട് തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ആമേൻ പറയുമ്പോൾ ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. ആമേ എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഇത് എന്നിൽ സംഭവിക്കട്ടെ. അപ്പോൾ ഈ വചനം എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, അത് ക്രിയ ചെയ്യും. വചനം നമ്മൾ വിതയ്ക്കുക, വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കൊയ്യുമല്ലോ. അതവിടെ കിടന്ന് ദൈവം അതിന് വേണ്ട വെള്ളവും ഇതുമൊക്കെ നനച്ച് വളർത്തി വലുതാക്കി അത് കൊയ്യാൻ പാകത്തിന് നമ്മളെ ആക്കും. നമുക്ക് ഫലം കൊയ്യാൻ പാകത്തിനാവുകയും. ഇപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഈ കഷ്ടാനുഭവിച്ച ഒരു വലിയ അടുത്ത ആഴ്ച നമ്മളിത് എപ്പോഴും നമ്മളോടുള്ള വചനം കേട്ടോ. റോമർ 2:1. വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. നമുക്ക് വിധിക്കാൻ യോഗ്യതയില്ലെന്ന്. ആരെ വിധിക്കാൻ? എനിക്ക് ഇത് കേട്ട പിന്നെ എനിക്ക് ഇച്ചിരി കുറ്റം പറച്ചിൽ കുറഞ്ഞു എന്ന് തോന്നണം. മറ്റുള്ളവരുടെ കുറ്റം, എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഞാൻ നോക്കിയാലേ ഞാൻ നന്നാവുള്ളൂ. എന്നിലെ കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിക്കുമ്പോൾ അല്ലേ ഞാനൊരു നല്ല വ്യക്തിയാവുള്ളൂ. നാട്ടുകാരും വീട്ടുകാരും കുടുംബത്തിലുള്ള എല്ലാവരും നല്ല വ്യക്തിയായാൽ എനിക്ക് എന്താ ഗുണം? അവർക്ക് ഗുണം, ഭൂമിക്ക് നല്ലതാണ്. പക്ഷെ ഞാൻ നന്നായാലാണ് എനിക്ക് ഗുണമുള്ളൂ. അന്യനെ വിധിക്കുന്നത് നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ഈ ചിലർ പറയില്ലേ, മഞ്ഞപ്പിത്തം പിടിച്ചവൻ മഞ്ഞച്ച കാണുള്ളൂ. ചിലർ എല്ലാവരെയും സെയിം, അവൻ്റെ ക്യാരക്ടർ അവൻ വെളിപ്പെടുത്തണമെന്നാണ് പറയണേ. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. ഈ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യണത്. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇങ്ങനെയുള്ള സ്വഭാവം ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം ലോകത്തിലെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലോ. അപ്പോൾ ദൈവത്തെ ഓർത്ത് ആരെയും കുറ്റം പറയേണ്ട. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ആരെയും കുറ്റം പറയാതിരിക്കാൻ. ഈ വചനം നമ്മൾ ക്രിയ ചെയ്യട്ടെ. അത് തന്നെ നമുക്കൊരു അനുഗ്രഹമായിരിക്കും. നമ്മളെ തന്നെ നമ്മളൊക്കെ ഒന്ന് ശോധന ചെയ്ത് യേശുക്രിസ്തു വസിക്കുന്ന വിശുദ്ധ മന്ദിരമാക്കി മാറ്റാം. പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈസ്റ്റർ വരുമല്ലേ. ഇപ്പോഴാട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ജോർജറ്റിൽ എംബ്രോയ്ഡറി ഉള്ള വൈറ്റ് സംഭവം. ഇത് എത്ര 350 ഉള്ളൂ. 60 ഇഞ്ച് വീതിയുണ്ട്. നല്ല സൂപ്പർ സംഭവം. 60 ഇഞ്ച് വീതിയുണ്ട്. അടിപൊളി സംഭവം കേട്ടോ. 1.5 മീറ്ററൊക്കെ എടുത്താൽ മതി സാധാരണ ഇങ്ങനെ ഉള്ളവർക്ക്. തീരെ മെല്ലിച്ചവർക്ക് സൈഡ് ഓപ്പണ്. 2.5 മീറ്റർ എടുത്താൽ എൻ്റെ തടിയുള്ളവർക്ക് പോലും സ്ലിറ്റില്ലാണ്ട് തയ്ക്കാം. 3/4 അങ്ങനെ. അപ്പോൾ 1.25 എടുത്താൽ മതിയായിരിക്കും. അങ്ങനെ നിങ്ങൾ 60 എന്ന് പറഞ്ഞാൽ 58 കേട്ടോ കാണുള്ളൂ. അടിപൊളി പ്രിൻ്റല്ലേ. പോലെ ചുറ്റി വെച്ചേക്കും. അത് കാരണം കാണിക്കാൻ വെച്ചപ്പോൾ നല്ല പ്രിൻ്റുകളൊക്കെ ആട്ടോ. ഒത്തിരി കാലം കൂടിയാണ് ഈ വൈറ്റിൽ ഇങ്ങനെ വർക്കുള്ളത് കിട്ടിയത്. അത് കാരണം പെട്ടെന്ന് തീരും. വേണ്ടവരൊക്കെ എത്ര മീറ്റർ എന്ന് പെട്ടെന്ന് പറഞ്ഞു. കാരണം ഇത് ഒത്തിരി ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിരിക്കുമ്പോഴത്തേനും കിട്ടില്ല. ഇത് കണ്ടോ, നമുക്ക് സിൽക്ക് ഓർഗൻസ. അതും അത് ഒരു സൂപ്പർ യെല്ലോ. വർക്ക് കണ്ടോ, ഒരു വശത്തെ വർക്കുള്ളൂ. 299 അല്ലേ? 290. എനിക്കെപ്പോഴും 299 എന്ന് പറയാൻ ഇഷ്ടം. പക്ഷെ 290 ഉള്ളൂ. നല്ല ഇങ്ങനെ നെല്ലടിക്കില്ല കേട്ടോ. സിൽക്ക് ഓർഗൻസയാട്ടോ. സൂപ്പർ സംഭവമാണേ. പെട്ടെന്ന് തീരും. എടുത്തു. സിൽക്ക് ഓർഗൻസ ആയത് കാരണം ഭയങ്കര ഡിമാൻഡായിരിക്കും. നല്ല പേസ്റ്റ് ചാർട്ടുകളെല്ലാം അടിപൊളി കളേഴ്സാട്ടോ. 299 ഉള്ളൂ. സാരിക്കിപ്പോൾ ഈ ന്യൂജൻ പിള്ളേർ അപ്പടി മുറിക്കലാലോ. റണ്ണിങ് മെറ്റീരിയലല്ലേ. ബ്ലൗസ് പീസും ഇത് തന്നെ മുറിച്ചു. എന്നിട്ട് ഈ ബോർഡർ അരികത്ത് പിടിപ്പിച്ചാൽ മതി. ബ്ലൗസിന് ബോർഡർ വേണ്ടല്ലോ. ഇത് ബോർഡർ ഇല്ലാണ്ട് തയ്ക്കണല്ലേ നല്ല. ഇതിനൊന്നും വേറെ കളറ് കോൺട്രാസ്റ്റ് കാര്യം വർക്കുണ്ടെങ്കിലും അങ്ങനെ എനിക്കിഷ്ടം സെയിം ബ്ലൗസ് ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ഏതെങ്കിലും കളർ ഇടുമ്പോൾ ഇതിൻ്റെ ഭംഗി കുറഞ്ഞു പോകുന്നു എൻ്റെ തോന്നലാട്ടോ. നിങ്ങളെല്ലാം ഭയങ്കര ഡിസൈനേഴ്സാണ്. നല്ല രസമായിട്ടാണ്
ഓരോന്ന് ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചാണ്. ഇപ്പോൾ ഫോട്ടോ അയക്കൽ കുറഞ്ഞോ? എല്ലാവരും ഫോട്ടോ ഒന്ന് എടുത്തിട്ട് തുണിയൊക്കെ എടുത്തതൊന്ന് ഇട്ട് തന്നേ. ഇനി ഇതും നല്ല സാരിക്ക് സൂപ്പറാട്ടോ. സാരിക്ക് എൻ്റെ അമ്മ എന്ത് രസമാണെന്നറിയാം. വിഷുവിനൊന്നും ഇല്ല കേട്ടോ, ഈസ്റ്ററിനും എപ്പോഴും നമുക്ക് ഇത് വന്നേ പിന്നെ ഒന്നുള്ളൂ. കേരളയുടെ ഡിമാൻഡ് കുറഞ്ഞെന്നുള്ളൂ. കേരള സാരിയുടെ 190. ഇത് ഈ നിറച്ച് ഉള്ളിൽ ബുട്ടയുണ്ട് കേട്ടോ. 190. അതിൻ്റെ തന്നെ ബുട്ടയില്ലാത്തത് 110 അല്ലേ? 110. നല്ല അടിപൊളി സംഭവമാട്ടോ. അതെയോ? ഇത് ഡിസൈൻ വ്യത്യാസം കാണിക്കണ എന്നാന്ന് വെച്ചാൽ കണ്ടോ, അല്ലെങ്കിലേ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കിട്ടുള്ളൂ, തികയില്ല നമുക്ക് ഒരു റോളും കൊണ്ടൊന്നേ. അപ്പോൾ ആ സെയിം ഡിസൈൻ അല്ല അവർ തന്നത്. ഫോട്ടോ എടുത്തോ? ഇത് നോക്കിയേ, ഒരു സോഫ്റ്റ് ഓർഗൻസയിലെ പ്രൈസ് അടിപൊളി 150 രൂപയുള്ളൂ കേട്ടോ. ദേ സാരിക്കൊക്കെ ദേ അടിപൊളി സംഭവം, അടിപൊളി സംഭവം. 150 ഉള്ളു. നല്ല രസം അതിൻ്റെ കളേഴ്സ് കാണാൻ. $150 ഉള്ളു. അടിപൊളി കളേഴ്സ് ആട്ടോ. പെട്ടെന്ന് എടുത്തു. പൗഡർ ബ്ലൂ, ലൈലാക്ക്. ഇത് പെട്ടെന്നല്ലേ വർഷം പോണേ. ഈസ്റ്റർ വന്നു. ഈസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഓണമായി. ഓണം കഴിഞ്ഞാൽ ക്രിസ്മസായി. വർഷങ്ങൾ ഓടുമല്ലേ. നമുക്ക് ഭൂമിയിലെ ദൈവം തന്നേക്കണേ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഓരോ ദിവസം തീർന്നുകൊണ്ടിരിക്കുക. ഭൂമിയിലെ വാസത്തിന് വന്നിട്ടേ. ഇത് കണ്ടോ, ഡയബിൾ, ജോർജറ്റിലെ ഡയബിൾ. അടിപൊളി കുഞ്ഞ് ബുട്ട, സൂപ്പർ സംഭവം. ഇതെത്ര? 350 അല്ലേ? ഇതെപ്പോഴും ഡിമാൻഡാട്ടോ, തീർന്നിരിക്കും പറഞ്ഞു. അത് സിൽക്കിലല്ലേ? ഇത് രണ്ടും ജോർജറ്റിൽ ഇപ്പം കാണിക്കണേ. ഇത് രണ്ടും ഇപ്പം ആദ്യം കാണിച്ചത് ഇതും ജോർജറ്റിലാണ്. 350 തന്നെ. ഡയബിളാട്ടോ. ഇത് സിൽക്ക് മെറ്റീരിയലിൽ. അതിൻ്റെ സെയിം വില തന്നെയല്ലേ? അതോ കോട്ടൺ അല്ലേ? ഇത് 350 കേട്ടോ. അത് പിന്നെ കാണിക്കാം, വേറെ വല്ലതും കാണിച്ചിട്ടല്ലേ എല്ലാം കൂടെ കൺഫ്യൂഷനാകും. ഇത് സിൽക്കാട്ടോ. ഇത് മറ്റേ രണ്ടും ജോർജറ്റ്. ഇതും 350. ദേ ഒരു പ്രിൻ്റഡ് നല്ല രസമില്ലേ നോക്കി. ഒരു കൊച്ചിങ്ങനത്തെ ഇവിടുത്തെ ഡ്രസ്സ് എടുത്തിട്ട് ജോർജറ്റിൻ്റെ ഉടുപ്പിട്ട് കൊണ്ടുവന്നേക്കണം. എന്ത് രസമാണ്. 190. പോവില്ല, അതിമനോഹരമായിട്ടിരിക്കണം. ഇപ്പോൾ പിള്ളേരെല്ലാവരും ഇപ്പോൾ എറണാകുളത്ത് ഒരു കൊച്ച് ഇവിടെ നമുക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇതുകൂട്ട് പ്രാക്ടീസിന് കയറിയിട്ടുണ്ട്. അത് എറണാകുളത്താണ് പഠിച്ചത്. ആ കൊച്ച് കംപ്ലീറ്റ് ഫ്രോക്കാണ്. അപ്പോൾ പറയുക അതിന് കുർത്ത ഇട്ട നല്ല തടിയാണ്, വണ്ണം കുറവ് തോന്നിക്കണ്ടേ. അപ്പോൾ അത് പറയുക എറണാകുളത്ത് ആരും കുർത്ത ഇടുമല്ലോ, എല്ലാവരും ഫ്രോക്ക് അയച്ചു. അത് കാരണം എനിക്ക് അപ്പടി ഫ്രോക്കാന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഫ്രോക്കാവും. എനിക്കിഷ്ടമാട്ടോ എല്ലാവരും ഫ്രോക്ക് ഇടണേ. ഫ്രോക്ക് ഇട്ടിട്ട് വേണം എനിക്ക് ഫ്രോക്ക് ഇടാൻ. എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാട്ടോ. 190 ആട്ടോ. ഈ ഇതിൽ വേറൊരു ഇത് കൂട്ടും വന്നിട്ടുണ്ട് കേട്ടോ. കാണാവോ? കളറുണ്ട് അങ്ങനെ ഡാർക്കും ലൈറ്റും. അയ്യോ ഇതിൻ്റെ കളറാ എൻ്റെ ഒന്നുമുള്ള ബ്ലൂവും ബ്ലാക്കും ഒക്കെ ഇങ്ങടെ അല്ലേ? ആ ബ്ലൂ ആണ് ഒരു ബേസ് കളർ. ഒനിയൻ പിങ്ക് ആണ് ഇതിൽ. ഇത് നല്ല രസമില്ലേ നോക്കി. ആ ഇതിൽ ഒരു ജെറിയും പോയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മറിച്ചാണ് എനിക്ക് തന്നേ. ഇതേ ഒരു ജെറി വർക്ക് ഉണ്ട്. ദേ ഒരു ജെറിയുടെ നൂല് പോയിട്ടുണ്ട്. ദേ കണ്ടോ?
കാണാൻ പാടില്ലേ? ദേ കാണാൻ പാടില്ല വീഡിയോയില്. ചെറുതായിട്ടൊരു വെള്ളി നൂലിങ്ങനെ പാസ് ചെയ്ത് പോവാന്ന് പറഞ്ഞൊരു സിൽവർ നൂലിങ്ങനെ, അല്ല വെള്ളി നൂലിൻ്റെ ഇംഗ്ലീഷല്ലേ സിൽവർ, പൊട്ടത്തറ തന്നെയല്ലേ പറയണേ. സിൽവർ നൂലിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള്. അതാണ് അതിന് 190 വന്നത്. എന്തോ പ്രത്യേകത എന്നോട് പറഞ്ഞായിരുന്നു ഈ തുണിയുടെ, ഞാൻ മറന്നുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സിൽവർ. ആകവും പുറം മറിയ, ഇതാണ് പുറം. നോക്കണം കേട്ടോ, കണ്ണട വയ്ക്കാത്ത കാരണം. സൂപ്പർ സംഭവമാട്ടോ. മൊത്തം ഒരു സിൽവർ ലൈൻ ഉണ്ട്, പക്ഷെ കാണാൻ അത്ര പാടില്ല. അതാണ് അതിൻ്റെ സൗന്ദര്യം. ആ ജെറി ഇങ്ങനെ കാണാൻ പാടില്ല, എന്നാൽ നോക്കിയാൽ കാണുകയും ചെയ്യും. വീഡിയോ കാണാൻ പാടില്ലേ? എനിക്ക് നോക്കിയിട്ട് കാണാമല്ലോ. ഇതല്ലേ നല്ല വശം? ഇതിൽ ശരിക്കും കാണാം. അതേന്ന് ഇത് മറച്ച തന്നത് അല്ല, ഇതാ നല്ല വശം. ഇതിൽ കാണാം. കഴിഞ്ഞ തവണ ഒരു സാധനം മറച്ചിട്ട് തന്നെ. അതാ ഇത് കണ്ടോ, ഇതിൽ ഈ വശത്ത് കാണാം. ഇല്ല ഈ വശത്താ. ഇതിലിപ്പോൾ കാണാലോ. ചെറുതായിട്ട്. അതാണ് അതിൻ്റെ ഭംഗി. അധികം കാണണ്ട. മറച്ച് തരല്ലേ. ഇതിൽ കാണാലോ. എനിക്ക് കണ്ണട വയ്ക്കാൻ എന്നിട്ട് തന്നെ കാണാം. ചെറുതായിട്ട് നൈസായിട്ടാട്ടോ. അത് കാരണം ഒരു ബും ലുക്ക് തോന്നിക്കും. എന്നാൽ ഓവറായിട്ടില്ല. 190. ടിഷ്യൂ വരുമല്ലേ? ടിഷ്യൂവിൽ മയിൽപ്പീലി ഓടക്കുഴലും സാരിക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതെയോ? സാരിക്കായിട്ട് യൂസ് ചെയ്യാം. സ്കേർട്ടും ബ്ലൗസും എന്ത് വേണേലും. ഇതിനെത്രയാ? 199. ഇത് ടിഷ്യൂല് അല്ലാത്തത് 110. ഇത് സാരിക്കായിട്ട് വേണമെങ്കിൽ മുറിക്കാവേ. ഇത് 199. നമ്മുടെ വൈറ്റ് നെറ്റാണ്. നമ്മൾ ഇത് എപ്പോഴും റീസ്റ്റോക്ക് വരുത്തണം. ഇപ്പോൾ കുറേ നാളായി തീർന്നിരിക്കണം. ഈ സ്ട്രൈപ്പ് എടുത്ത് 199. സാരിക്ക് യൂസ് ചെയ്യാം. പ്രൈസ് അല്ലേ, നല്ല രസമില്ലേ? ഫോട്ടോ എടുത്തോ. കോട്ടൺ 150 ഉള്ളൂ കേട്ടോ. പ്യുവർ കോട്ടൺ ആണേ. 150 ഉള്ളൂ കേട്ടോ. നല്ല ബ്ലാക്ക്. നമുക്ക് ഈ കോട്ടൺ ഓർമ്മയിൽ എപ്പോഴും ഫാഷൻ സെറ്റുകളിൽ കിട്ടാറുണ്ട്. ക്രേപ്പ് വൈറ്റ് ഷോളൊക്കെ ആയിട്ട് വൈറ്റ് ബ്ലാക്കിയുടെ മിക്സിങ്. എന്നാ വിലയാ സെറ്റൊക്കെ? 1500 രൂപയൊക്കെ വരുന്ന. കോട്ട. ഇത് ഒരു വശത്തെ ബോർഡറുള്ള കോട്ടയാട്ടോ. നല്ല കോട്ട. ഏ 350 കേട്ടോ. സാരിക്ക് യൂസ് ചെയ്യാം. നല്ല കൂടിയ കോട്ടയാട്ടോ. കോട്ടയോ സിൽക്കി കോട്ടയല്ല കേട്ടോ. സിൽക്കി കോട്ടയ്ക്ക് വില കുറവാണ്. ഇത് കൂടിയ ഒറിജിനൽ കോട്ടയാണ്. 350. ഒരു വശത്ത് വർക്ക് ഫുൾ ഇങ്ങനെ വർക്കും. $350 ഉള്ളേ. $350 കേട്ടോ. പെട്ടെന്ന് എടുത്തോ. ഓർഗൻസ, സിൽക്ക് ഓർഗൻസയിൽ ബോർഡർ. സാരിക്ക് നല്ലതാണ്, സ്കേർട്ടിന് നല്ലതാണ്, ഫ്രോക്കിന് നല്ലതാണ്. 150. 150. ഇതൊക്കെ അത് നല്ല കളേഴ്സാട്ടോ. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ബ്ലൂ. 150 ഉള്ളൂ കേട്ടോ. സൂപ്പർ സംഭവം.
150. ഇതൊരു ബ്രിക്ക് കളർ, ബ്രിക്കിൽ ഈ ബോർഡർ. ഇതിൻ്റെ ബ്ലൗസ് കൂടെ കൂട്ടിയെടുക്കണമായിരിക്കും സാരിക്ക് നല്ല. ഈ ബോർഡർ വെക്കാണ്ടിരുന്നാൽ മതി, അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. ഇതിൻ്റെ ഏതെങ്കിലും കളർ മതി, പക്ഷെ എനിക്കിഷ്ടം ബ്ലൗസ് കൂടെ കൂടി. അല്ല, ഞാൻ ഈ പ്ലെയിൻ കളർ ബ്ലൗസ് തന്നെ. അടിപൊളിയായിരിക്കും. എന്തേലും ഇങ്ങനെ കളറുള്ള ഒരു മാലയും കമ്മലും ഒക്കെ ഇട്ടാൽ മതി, അടിപൊളി. $150 ആണ്. 150 അല്ലേ? ഇനി നെറ്റ്. ഇത് ഇതേ പോവില്ലാത്ത വർക്കാട്ടോ. ഇതിങ്ങനെ ഷൂട്ട് ചെയ്തേക്കണതേ പോവില്ലാത്ത വർക്കാണ്. നല്ല സൂപ്പർ കളേഴ്സ്. ഇത് 80, ഇത് 55. 80ഉം 55ഉം. ഇതുകൊണ്ടൊക്കെ ഭയങ്കര രസമാട്ടോ നെറ്റിൻ്റെ ഫ്രോക്കുകളും സ്കേർട്ടും ബ്ലൗസും ഇതും എല്ലാം. ഇങ്ങനെ സ്കേർട്ടൊക്കെ അംബ്രല തയ്ക്കുമോ, അല്ലെങ്കിൽ സ്കേർട്ട് ചുരു അങ്ങനെ ലാച്ചക്കൊക്കെ എപ്പോഴും നല്ലതിൽ ഇങ്ങനെ. എനിക്ക് ഇഷ്ടം ഓർഗൻസേനേക്കാളും ഇഷ്ടം നെറ്റാട്ടോ. കറക്റ്റ് ലൈനിങ് ഒക്കെ വേണം. ഇപ്പം നെറ്റാകുമ്പോൾ ഒതുങ്ങി കിടക്കൂലോ ഇങ്ങനെ വണ്ണം ഉള്ളവർക്ക്. ഇത് 80 ഉള്ളൂ കേട്ടോ, വെറും 80 രൂപ. ഇത് 55 ഉള്ളൂ. അത് പെട്ടെന്ന് തീരും കേട്ടോ, അത്രയും വിലയല്ലേ ഉള്ളൂ. നോക്കാം, 80ഉം 55ഉം ഉള്ളൂ. പെട്ടെന്ന് അയക്കോ, പെട്ടെന്ന് എടുത്തോ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. റാണി പിങ്ക് സാരിക്കും എടുക്കാം കേട്ടോ. എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഇങ്ങനെ പ്രിൻസസ് കട്ട് ബ്ലൗസ്, ഇത്രയും സ്കേർട്ട് ഇങ്ങനെ കുഞ്ഞു വയറൊക്കെ കണ്ട് ഇങ്ങനെ സാരി കൊടുക്കുമ്പോൾ നല്ലതല്ലേ? ആലില വയറൊക്കെ ഉള്ളവർ. ഞാനൊക്കെ എന്നും ആലില വയറ്. ഒരു മനുഷ്യന് ആലില വയറ് എന്ത് പെട്ടെന്ന് നഷ്ടപ്പെടൂല്ലേ? എനിക്കൊരിക്കലും ആലില വയറില്ലായിരുന്നു. പണ്ട് പോലെ നല്ല വയറ്, നല്ല തീറ്റ തിന്നൂലോ. ഇതിൻ്റെ പ്ലെയിൻ നെറ്റ് ഇല്ല കേട്ടോ. അത് എവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ? ചേരില്ലേ? 80. ഷോളിനും എടുക്കാം കേട്ടോ. ഇപ്പോൾ ജോർജറ്റോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ മറന്നുപോയി. ആ, ഇത് നോക്കിക്കേ. ഇത് സാരിക്ക് പറ്റിയ അതെ. എത്രയാ? 90 രൂപയുള്ളൂ കേട്ടോ മീറ്ററിന്. ഒരു സിൽവർ സ്ട്രൈസും ഇങ്ങനെ പോയിട്ടുണ്ട്. 90 ഉള്ളൂ, 90. സാരിക്ക് സ്കേർട്ട് ഫ്രോക്ക് എല്ലാം വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൂപ്പർ സംഭവമാണ്. അടിപൊളി അടിപൊളി. $90 കേട്ടോ. പെട്ടെന്ന് തീരും കേട്ടോ. വെബ്സൈറ്റിൽ എടുക്കുന്നവർ അതിൽ ഇതുകൂട്ട് പോസ്റ്റൽ ചാർജ് പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനാച്ചാൽ അതിൽ എല്ലാത്തിനും 100 രൂപയാണ് ഇട്ടേക്കണേ. അപ്പോൾ ഒരു 1/2 മീറ്റർ എടുത്താലും 100 രൂപ എന്ന് പറയുമ്പോൾ മുതലാകും. അപ്പോൾ എല്ലാം കൂടെ കൂടി അവർ തിരിച്ച് വിളിച്ച് പറയുവേ. അല്ലാത്തവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓർഡർ ത്രൂ എന്നുള്ള നമ്പർ 4 നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ. ഇത് ടിഷ്യൂവിൻ്റെ തുണി. എത്രയാ? 120. 120. അതിൻ്റെ ഷെയ്ഡ് വ്യത്യാസം. ഇത് സ്കേർട്ടൊക്കെ അടിച്ചിട്ട്, അല്ലെങ്കിൽ ബ്ലൗസിന് എടുക്കാം. സ്കേർട്ട് അടിച്ചിട്ട് പച്ച സ്ലബൊക്കെ ഇട്ടാൽ മതി. ഈ ഗോൾഡൻ ഇച്ചിരി വർക്ക് കൂടെ കൊച്ചിൻക്ക് ചെയ്താൽ നല്ല രസമല്ലേ? ടിഷ്യൂവിൻ്റെ തുണിയിലല്ലേ. 120 രൂപയല്ലേ ഉള്ളൂ. ഇതെല്ലാം 44 വിഴുത്താട്ടോ. ഇത് മാത്രം ഇച്ചിരി വില കൂടുതലാണ്, 150. ഇത് റീസ്റ്റോക്കാട്ടോ.
ഇതേ 90 രൂപ. ഇതെന്നതാ? നെറ്റ്, ടിഷ്യൂ നെറ്റ് അല്ലേ? നെറ്റാണോ? അല്ല അല്ലേ? ഇതെന്നതാ മെറ്റീരിയൽ? ഓർഗൻസി അല്ല, നെറ്റ് പോലെയൊക്കെ ഇരിക്കുന്നു. ഇതെന്നാ മെറ്റീരിയലാന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്തായാലും 90 രൂപയുള്ളൂ സംഭവത്തിന്. ടിഷ്യൂ സാരിയൊക്കെ ടിഷ്യൂ മെറ്റീരിയലാ അല്ലേ? ടിഷ്യൂ അത്രയും കണ്ടുപിടിച്ചു. ഇതേ വലിയ സീത്രൂ അല്ല. ഇങ്ങനെ ടിഷ്യൂ സാരിക്ക് നല്ല രസമല്ലേ? 90 രൂപയുള്ളേ. 44 വിട്ട്. കുറേ കളേഴ്സ് ഉണ്ട് അതിൻ്റെ. എന്ത് രസമാണെന്ന് നോക്കി. എന്ത് രസമുള്ള പേസ്റ്റൽ കളേഴ്സാ. ഇത് ഒരു പേസ്റ്റൽ ബ്ലൂ അല്ലേ? ലൈലാക്ക്. നല്ല കളേഴ്സ് ഇതിൻ്റെ. 90 രൂപയുള്ളൂ. മെല്ലിച്ചിരുന്നെങ്കിൽ ഇതുപോലത്തെ സാരിയൊക്കെ കൊടുത്ത്, പണ്ട് ഓർഗൻഡി സാരി കൊടുത്ത് കിടക്കണേ ഓർക്കണ്ട. ഇങ്ങനെയൊക്കെ നടക്കാമായിരുന്നു. ഗ്രേ കേട്ടോ. ഇനിയുണ്ട് കളേഴ്സ് വന്നോളൂ. ഇതൊരു എന്നാ പീച്ച്. റാണി പിങ്ക് ആണോ? ഒറിജിനൽ റാണി പിങ്ക് അല്ല, ടിഷ്യൂ അല്ലേ? അപ്പോൾ പീച്ചൂടെ കൂടിയ പിങ്കിഷ്. ഇതിനൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് ഉണ്ടല്ലേ? ആദ്യം കാണിച്ചതിനേക്കാളും ഒരു ഡബിൾ ഷെയ്ഡ് ഉണ്ട്. അതാണ് വ്യത്യാസം തന്നെ. ബ്ലൂ ആദ്യം കാണിച്ച 1-2 ഇത്രയും ഡബിൾ ഷെയ്ഡ് ഇല്ലായിരുന്നു. അതാ വ്യത്യാസം നമുക്ക് തോന്നണം. ഇത് ഒനിയൻ പിങ്ക് അല്ലേ? സൂപ്പർ സംഭവം കേട്ടോ. അപ്പടിയും കല്യാണങ്ങളും ഇതുമൊക്കെയാണ് നിസ്സാര കാശിൽ എല്ലാം ഒപ്പിക്കാം അതിമനോഹരമായിട്ട്. ബാന്തിനി ക്രേപ്പിലാട്ടോ. ജോർജറ്റിൽ ബാന്തിനി എത്രയാ? 150. $44 വിത്താട്ടോ. സാരിക്കൊക്കെ യൂസ് ചെയ്യാട്ടോ. ഗ്രീൻ അടിപൊളിയാട്ടോ. 150 കേട്ടോ. ഇതൊരു ചെറുപയർ പച്ച. നല്ലതാട്ടോ. ബാന്തിനി ആകുമ്പോൾ നല്ല രസമല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, സൂപ്പറല്ലേ നോക്കി. വൈറ്റ് ബ്ലൗസൊക്കെ ഇട്ട ഗ്രാൻഡ് അല്ലേ സാരിക്കൊക്കെ? എത്രയാ? 190. ഇത് ഫറിൻ്റെ വർക്ക് വിചിത്ര സിൽക്കിൽ. ഫുൾക്കാരി കോട്ടൺ കാണിച്ചോ. ഇത് ഒരു എന്ത് കളറായിട്ട് വരും? നല്ലൊരു പേസ്റ്റൽ ലൈലാക്കല്ല, ഒനിയൻ ഉള്ളി ഇങ്ങനെ കറുത്ത് തുടച്ചിരിക്കുകയാണ്. മെറൂൺ. ഒരു മനുഷ്യനും കളററിയാൻ പാടില്ല. മെറൂൺ അല്ലെങ്കിൽ വലിയ ബോധമൊന്നും ഇപ്പോൾ മനുഷ്യർക്കില്ല അല്ലേ? എല്ലാത്തിനും ഗൂഗിൾ അടിച്ച് നോക്കണം. കോട്ടൺ. അടിയിൽ ഇങ്ങനെ കട്ട് വർക്ക് വന്ന കോട്ടൺ ആട്ടോ. 399. വില കാണാണ്ട് എല്ലാവർക്കും അറിയാം. 399. നല്ലതാട്ടോ. കുർത്തയ്ക്കൊക്കെ ഈ യോക്കിലൊക്കെ ഇത് വെക്കാം. ഫ്രണ്ടും ബാക്കും ഇത് വേണ്ടല്ലോ. ഇതിന് വീതി കൂടുതലുണ്ടോ അതോ 44 ഉള്ളോ? 58 വീതിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ ഈ സാധനം ഇല്ലാണ്ട് കൈക്കൊക്കെ വയ്ക്കാം. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഭയങ്കര രസമായിട്ട്. എൻ്റെ കസിൻ സ്വപ്നം വെച്ചിട്ട് എന്ത് രസമായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ വെച്ച് അല്ലേ? സ്വപ്നം ഇങ്ങനെയൊക്കെ വെച്ച് ഭയങ്കര രസം. ഇതും കൊണ്ട് ഇവിടെ യോക്കിലൊരു ഡെക്കറേഷൻ തന്നെ താഴെ. എന്ത് ലുക്കാണെന്നറിയാം.
ഫുൾക്കാരി വൈറ്റ് 145. ഡിസൈൻ കണ്ടല്ലോ. 145 ബേജ് കളർ. സാരിക്ക് നല്ലതാ. ടോപ്പ് എല്ലാത്തിനും യൂസ് ചെയ്യാം. കനവും ഇല്ല, എപ്പോഴും ഒരു ഗെറ്റപ്പാണ്. ഇതിൻ്റെ കഴുകും തോറും ഗ്ലാമർ കൂടുകയുള്ളൂ. ഫുൾക്കാരി നേവി ബ്ലൂവും റോയൽ ബ്ലൂടെ കൂടിയതാണ്. 145 ഉള്ളൂ കേട്ടോ. 145. ഇതൊരു ബ്ലൂവും ആഷൂടെ കൂടിയതാ. ഈ ആഷിന് ഡിമാൻഡാണ്, ബ്ലൂ ആഷൂടെ കൂടിയതിന്. 145. ഇത് വേണ്ടോ, ശരിക്കും നല്ല നീല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടതാട്ടോ. 145. ഇനി കട്ട് വർക്ക് 170. ഇത് രണ്ടും എപ്പോഴും ഇവിടെ ചിലവാണ്. ഇത് നോക്കി, അതിൻ്റെ ബ്ലൂ ഇത്ര രസമാണെന്ന് നോക്കി. വൈറ്റ് നെറ്റിൻ്റെയൊക്കെ ഷോളൊക്കെ ഇട്ടാൽ മതി. നല്ല രസമില്ലേ? ഈ കളർ നോക്കി, കട്ട് വർക്കിൻ്റെ 170. സാരിക്കൊക്കെ സൂപ്പറാണ്. ഇത് നോക്കിയ വൈറ്റ് കട്ട് വർക്കിൻ്റെ 170. $170. $170 കേട്ടോ. ഗ്രീൻ അടിപൊളി സൂപ്പർ സംഭവം. ഇത് കോട്ടൺ ഇല്ല ബനാറസ് ബുട്ടയാട്ടോ. ഒറിജിനൽ ബനാറസിൻ്റെ എത്ര? 230. പ്യുർ കോട്ടൺ. സാരിക്കായിട്ട് യൂസ് ചെയ്യാം. ഇത് ഒരു മൊഡാൽ സിൽക്ക് പോലെ ഇരിക്കും. മൊഡാലും ഒരു ബും ലുക്കൊക്കെ ഉണ്ട്. എത്ര? 190. ഞാൻ 90 കേട്ടോ. 190. എൻ്റെ 2 പ്രിന്റ്. സമയം എത്രേ? 28. വേഗം എടുത്തു. അടിപൊളി. നോക്കി, 150 അല്ലേ? ഓർഗൻസയുടെ എന്ത് രസമുള്ള കളറ്. ഇത് അപ്പടി ഇപ്പം തീരും കേട്ടോ. ഇത് ബ്ലൗസ് ഇത് ഇട്ടാ എന്താ ഭംഗി നോക്കി കളറ്. ഈ ഗ്രീൻ്റെ ലൈലാക്ക് അടിപൊളി. ലൈലാക്കെന്ന് അങ്ങനെ പറയാനില്ല, പക്ഷെ ഭയങ്കര ഭംഗി ഉള്ള ഒരു ലൈലാക്കാണ്. ഭയങ്കര ഡാർക്കല്ല. ഇതെന്ത് രസമുള്ള കളറാ. കുറേ രസമുള്ള കളർ കിട്ടി കേട്ടോ. നോക്കി, അയ്യോ ഇതാ ഈ കളറായിരുന്നു കേട്ടോ. ഈ പേസ്റ്റൽ കളർ ഇറങ്ങിയപ്പോൾ ഏറ്റവും ഞാൻ ഇന്ന് എല്ലാ വീഡിയോയിലും ഇത് പറയൂ അല്ലേ, ഞാൻ ഈ കളറാണ് ഒരു അത്ഭുതപ്പെടുത്തിയ കളർ. പേസ്റ്റൽ കളർ ഇറങ്ങിയപ്പോൾ ഏറ്റവും എൻ്റെ മനസ്സ് ഇഷ്ടപ്പെട്ട കളർ. ഇതൂടെ മതിയേ. നേവി ബ്ലൂ. അരമണിക്കൂറിൽ നിങ്ങളെ ഇതും നല്ല കേട്ടോ. നേവി ബ്ലൂവിൽ ഒരു ആൻറ്റിക് ഇതൊക്കെ കമ്മലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫങ്ഷൻ വെയറിന് 150 ഉള്ളൂ. നിസാര വിലയിൽ ഇതൊക്കെ സാരിക്ക് എടുക്കുമ്പോൾ ലൈനിങ്ങോടെ ചോദിച്ചോട്ടെ. അണ്ടർസ്കേർട്ട് തിരക്കി നടക്കണ്ട. ക്രേപ്പിൻ്റെ ഒരു അണ്ടർസ്കേർട്ട് ഇട്ടാൽ മതി.
150 ഒരെണ്ണൂടെ അതുകൂടെ ഇല്ലേ ഇട്ടിട്ട് പോലെ ഇതുകൂടെ ഉണ്ട്. നല്ല കളേഴ്സാട്ടോ ഈ തവണ ഇത് ഇറങ്ങിയേക്കണത്, എല്ലാം രസമുള്ള കളേഴ്സ്. അപ്പോൾ പെട്ടെന്നെല്ലാം ഓർഡർ നൽകിക്കോ. നമുക്ക് ഫങ്ഷനുകൾ വരുക കൃത്യസമയത്ത് ഓടി ഒന്നും കിട്ടില്ല. അപ്പോൾ ഓർഡർ ത്രൂ നമ്പറിൽ 10 മണി മുതൽ 6 മണി വരെ വാട്സപ്പ് കോൾ വിളിക്കണം. അപ്പോൾ അല്ലെങ്കിൽ മറ്റേ കോള് വൈഫൈയിലല്ല വർക്ക് ചെയ്യണേ. ഇത് വിളിച്ചിട്ട് മെസ്സേജിന് മറുപടി പറഞ്ഞില്ലേ എന്നെ കോൺടാക്ട് ചെയ്യുക 9447575564. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ അയ്യോ ഞങ്ങൾ സമ്മാനത്തിലേക്ക് കയറണം കേട്ടോ. ഷെയർ ചെയ്യണ ആരും മറക്കരുത്, ഞങ്ങളുടെ സമ്മാനം കിട്ടും. അതുകൂടാതെ ഈ ഷെയർ ചെയ്യണമെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. ഷെയർ ചെയ്യണ സ്ക്രീൻഷോട്ട് ഇട്ടില്ലെങ്കിൽ കുഴപ്പം പോലുമില്ല, ഞങ്ങളത് ഷെയർ ചെയ്യണം നോക്കിയിട്ട് സമ്മാനം ഇട്ടോളാം. അപ്പോൾ ഞങ്ങളുടെ സമ്മാനം 1000 രൂപയുടെ കിട്ടും. അതുകൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.